ചെന്നിത്തലയെ വിരട്ടാൻ നീക്കം, ഗുണ്ടകളെ കാട്ടി കെ സുധാകരൻ. കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഇടം പിടിക്കുന്നത് കയ്യൂക്കുള്ള നേതാവ് എന്ന നിലയിലാണ്. ഒരു കാലത്ത് കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരുന്നു. അന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിക്കുകയായിരുന്നു. അങ്ങനെ സമാധാനം പാലിക്കുന്തോറും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. അന്ന് BJP അധികം പിക്ചറിലില്ല. കോൺഗ്രസും CPM-ഉം നേർക്കുനേർ ഏറ്റുമുട്ടിയ കാലമായിരുന്നു. പക്ഷേ ആ കാലത്തൊക്കെ കോൺഗ്രസ് വലിയ തോതിൽ സംയമനം പാലിച്ചതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഏകപക്ഷീയമായി, പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി CPM-കാർ അങ്ങനെ അടിച്ച് മുന്നേറിയ സമയത്താണ് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കണ്ണൂരിൽ ഉദയം കൊള്ളുന്നത്. അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയായിരുന്നു കെ സുധാകരൻ്റെത്. എവിടെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടാലും അവിടെ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ തിരിച്ചടി. എപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിക്കുന്നത്? 5-6 മിനിറ്റിനകം തിരിച്ചടി ഉറപ്പാണ് എന്ന് വന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിരായുള്ള CPM-ന്റെ അക്രമം കുറഞ്ഞു വന്നു. അങ്ങനെ കയ്യൂക്കുകൊണ്ട് അവിടെ കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്ന നേതാവാണ് കെ സുധാകരൻ. പിന്നീട് നമുക്കറിയാമല്ലോ കെ സുധാകരന്റെ വളർച്ച. കണ്ണൂരിലെ കോൺഗ്രസിന്റെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. CPM-കാർ അടിച്ചാൽ അപ്പോൾ തിരിച്ചടി എന്നുള്ള നയം കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം ഉയർത്തുകയും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും ചെയ്ത നേതാവാണ് കെ സുധാകരൻ. പിന്നീട് കെ സുധാകരന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലേക്ക് വരെ എത്തി. ഇപ്പോഴിതാ കെ സുധാകരൻ 100ഓളം വരുന്ന ചെറുപ്പക്കാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ യോഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കാരണം ആ യോഗത്തിൽ പങ്കെടുത്ത പലരും ക്രിമിനൽ കേസ് പ്രതിയാണ്. ഉദാഹരണം, AKG സെന്റർ ആക്രമിച്ച കേസിലെ 2ാം പ്രതി സുഹൈൽ ഷാജഹാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. കള്ളത്തോക്കിലെ പ്രതി ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളെയാണ് ഇന്ന് കെ സുധാകരൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നല്ല ചുറുചുറുക്കുള്ള പയ്യന്മാരെ ഇറക്കുകയാണ് എന്നാണ് കെ സുധാകരൻ പറയുന്ന വാദം. പോലീസുകാരെ സഹായിക്കാനായി ഇവരെ കൊണ്ട് കഴിയുമെന്നാണ് സുധാകരന്റെ വിചിത്രമായ വാദം. കാരണം ഈ പ്രതികൾ പലരും പോലീസുകാരുമായി അടുത്ത ബന്ധമുണ്ട്. ക്രിമിനൽ കേസിലെ പ്രതികൾ നമ്മൾ അറിയാമല്ലോ, അവരിടപെടുന്നത് പോലീസുകാരുമായിട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് മയക്കുമരുന്ന് മാഫിയകളെ അറിയാം, മയക്കുമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അറിയാം. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി തന്നെ പോലീസിനെ സഹായിക്കാൻ കഴിയും എന്നുള്ള വിചിത്രവാദം ഉയർത്തിയാണ് കെ സുധാകരൻ ഈ യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ യോഗം രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി വലിയ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇമേജ് കുത്തനെ ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പാർട്ടി ഭേദമില്ലാതെ വലിയ പിന്തുണയാണ് ഓപ്പറേഷൻ തൂഫാന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും രമേശ് ചെന്നിത്തലയുടെ ഇമേജ് 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെ സുധാകരൻ ഇങ്ങനെ ഗുണ്ടകളുടെ ഒരു യോഗം തൂഫാന് വേണ്ടി വിളിച്ചുകൂട്ടിയത്. അത് രമേശ് ചെന്നിത്തലയെ അക്ഷരാർത്ഥത്തിൽ തകർക്കാനുള്ള, അദ്ദേഹത്തിന്റെ ഇമേജ് ബോധപൂർവം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്തിനാണ് കെ സുധാകരൻ ഇത്തരം ക്രിമിനൽ കേസ് പ്രതികളുടെ ഒരു യോഗം വിളിച്ചത്? ഓപ്പറേഷൻ തൂഫാന് ഇവരാണോ പോലീസിന് വിവരം നൽകേണ്ടത്? ഗുണ്ടകളാണോ പോലീസിനെ സഹായിക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയരുന്നത്. നമുക്കറിയാമല്ലോ, ജൂൺ 2-ാം തീയതി ആരോഗ്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതേപോലെ എക്സൈസ് വകുപ്പിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകുന്ന ഒരു ഗംഭീര പദ്ധതിയാണ്, ഒരു ജനപ്രിയ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പോഴും ഈ നിമിഷം വരെയും ഓപ്പറേഷൻ തൂഫാനിൽ 100 കണക്കിന് പേരാണ് അകപ്പെട്ടിരിക്കുന്നത്, കേസിൽപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ 3910 കേസുകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആകെ 4201 പ്രതികൾ അകത്തായിരിക്കുന്നു. MDMA മാത്രം
1932 ഗ്രാമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കഞ്ചാവാകട്ടെ 399 കിലോഗ്രാം പിടിച്ചെടുത്തിരിക്കുന്നു. അക്കൂട്ടത്തിൽ കഴിഞ്ഞ തവണ പിടിച്ച 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടുന്നു. അങ്ങനെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ ഇമേജ് കുതിച്ച് കയറുമ്പോഴാണ് കെ സുധാകരന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം. ഇത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാകാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. കാരണം ഗുണ്ടകളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനിൽ പോലീസിനെ സഹായിക്കാൻ ഗുണ്ടകളുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയല്ലേ ഇവിടെ കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ഓപ്പറേഷൻ തൂഫാൻ നടപടിയിൽ കറുത്ത പാടുണ്ടാക്കുകയല്ലേ കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം വിജയകരമായ ഒരു പദ്ധതിയാണ് ഇതുവരെ ഓപ്പറേഷൻ തൂഫാൻ. രമേശ് ചെന്നിത്തലയുടെ ഇമേജ് കുതിച്ചുയരുന്നു, ആഭ്യന്തര വകുപ്പിന്റെ ഇമേജ് കുതിച്ചുയരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ കെ സുധാകരന്റെ ഇത്തരം ഒരു നീക്കമുണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചുവന്ന വര ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ അടിയിൽ ഇടാൻ കെ സുധാകരന് ഇതുകൊണ്ട് കഴിഞ്ഞു. ഒരു അവമതിപ്പ് സൃഷ്ടിക്കാൻ കെ സുധാകരന് ഇതുകൊണ്ട് കഴിഞ്ഞു. പൊതുജനമധ്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് അവര് പോലീസിനെ സഹായിക്കുമെന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് കെ സുധാകരൻ നൽകുന്നത് എന്നതിന് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്. രമേശ് ചെന്നിത്തല വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ, ജനവിശ്വാസത്തെ ആർജിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുമ്പോൾ കെ സുധാകരൻ വക എന്തിനാണ് ഇത്തരമൊരു തടയിട്ടത്? എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അള്ളു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ ഗുണ്ടകളുടെ യോഗം ഇങ്ങനെ വിളിച്ചു ചേർത്ത് രമേശ് ചെന്നിത്തലയും അതേപോലെ ഓപ്പറേഷൻ തൂഫാനെയും അപമാനിക്കുന്നത്? എന്താണ് സുധാകരന്റെ ലക്ഷ്യം? ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസിലെ പ്രതികളെ ഏതാണ്ട് 100ഓളം വരുന്ന പ്രതികളാണ്, ഒന്നും രണ്ടുമല്ല, 100ഓളം വരുന്ന പ്രതികളെ, അതിൽ ബഹുഭൂരിപക്ഷം പേരും ക്രിമിനൽ കേസിലെ പ്രതികളാണ്. അത്തരമുള്ള പ്രതികളെ വിളിച്ചു ചേർത്തുകൊണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തൂഫാന് വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗുണ്ടാ നേതാക്കന്മാരെ മുന്നിൽ നിർത്തുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്നത് രമേശ് ചെന്നിത്തല പൊക്കിക്കെട്ടിയ ആ ഇമേജാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കെ സുധാകരന് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. അദ്ദേഹത്തിന് KPCC അധ്യക്ഷനല്ല അദ്ദേഹം ഇപ്പോൾ. അതുകൊണ്ട് കെ സുധാകരന് പാർട്ടിയിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. രമേശ് ചെന്നിത്തലയാണ് സൂക്ഷിക്കേണ്ടത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കെ സുധാകരൻ ഗുണ്ടാ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തത്? ആ യോഗത്തിൽ പങ്കെടുത്തത് എത്ര ക്രിമിനൽ കേസിലെ പ്രതികളാണ്? ആ പ്രതികളുടെ വിശദാംശങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗം അടിയന്തരമായി കെ സുധാകരൻ വിളിച്ചു ചേർക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പരിശോധിക്കേണ്ടത് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയാണ്. തീർച്ചയായും ഇത് അന്വേഷിക്കും. രമേശ് ചെന്നിത്തല നോ പറയണം. ഇവരുടെ സഹായം പോലീസിന് ആവശ്യമില്ല. ഈ ഗുണ്ടകൾ ഞങ്ങളെ സഹായിക്കേണ്ടതില്ല. ഈ ഗുണ്ടകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുമെന്ന് രമേശ് ചെന്നിത്തല ധൈര്യമായി പറയണം. രമേശ് ചെന്നിത്തല അടിയന്തരമായി ഈ ഒരു യോഗവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തിനാണ് ഈ ഗുണ്ടകളുടെ യോഗം? എന്തിനാണ് ഇവർ പോലീസിനെ സഹായിക്കുന്നത്? പോലീസിന് അങ്ങനെ ഗുണ്ടകളുടെ സഹായമൊന്നും വേണ്ട. കേരള പോലീസ് നമുക്കറിയാമല്ലോ, ഗുണ്ടകളുടെ സഹായം കൊണ്ട് നിൽക്കുന്നവരല്ല പോലീസ്. അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് നമ്മുടേത്. അവിടെ സുധാകരൻ വിളിച്ചു ചേർത്ത ഗുണ്ടകളുടെ സ്വാധീനം, അവരുടെ സഹായം പോലീസിന് ആവശ്യമില്ല ഓപ്പറേഷൻ തൂഫാനിൽ. ഇത് രമേശ് ചെന്നിത്തല അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കെ സുധാകരൻ വിളിച്ച ഈ യോഗത്തിൽ എത്ര ക്രിമിനൽ കേസിലെ പ്രതികളുണ്ട് അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്നതുപോലെ തന്നെ മാതൃകാപരമായി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.